കുന്നന്റെ ഈ തോക്ക് എടുത്തു വെച്ചിട്ടാണ് നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ സമയത്ത് ഇവര് ചർച്ച ചെയ്തപ്പോ ബാങ്ക് വിളിച്ചപ്പോ വാര്യകുന്നൻ ഇതെടുത്ത് വെച്ച് നിസ്കരിക്കാൻ എല്ലാവരോടും കൽപ്പിച്ച് ഒന്നു കൊടുക്കുന്ന സമയത്ത് ഇവര് മെല്ലെ ചാടി അദ്ദേഹത്തെ പിടികൂടിയാണ് അദ്ദേഹത്തെ പരസ്യ വിളംബരം ചെയ്ത് ചെണ്ട കൊട്ടി കൊണ്ടുവന്ന് കാളികാവിൽ താമസിപ്പിച്ച് അവിടുന്ന് പിന്നീട് അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അതൊരു വലിയ വിഷയമാക്കി അദ്ദേഹത്തെ മീശ പറിച്ചും ആക്ഷേപിച്ചും ബ്രിട്ടീഷുകാർക്ക് വലിയ ആഘോഷമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ മലപ്പുറത്ത് കൊണ്ടുവന്ന് ഇന്നത്തെ വാര്യകുന്നത്ത് ഹാളിൽ നിൽക്കുന്ന ഏതാണ്ട് ആ പ്രദേശത്ത് മലപ്പുറത്തെ KSRTC പ്രസിഡന്റ് അക്ഷത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെച്ച് കൊല്ലുമ്പോൾ അവര് അദ്ദേഹത്തോട് പറഞ്ഞ് പരിഹസിച്ച് പലതും ചെയ്ത സംഭവം എല്ലാവരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്ര പുസ്തകത്തിൽ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്നെ പിടിക്കാൻ ഉപയോഗിച്ച ചതി മക്കത്തേക്ക് അയക്കാമെന്നാണ്. ഞാൻ മക്കയിൽ പോയിട്ടുണ്ട്. മക്ക എന്റെ ജന്മനാടല്ല, ഇതാണ് എന്റെ ജന്മനാട്. ഞാൻ ഇവിടെ മരിച്ചു വീഴാനാണ് ആഗ്രഹിക്കുന്നത്. അയാൾ പറഞ്ഞൊരു വാചകമാണ് വളരെ പ്രധാനമായിട്ട്. മാത്രമല്ല അയാൾ വെടിവെക്കുന്ന സമയത്ത് അയാൾ എപ്പോഴും നമ്മൾ പ്രസംഗിക്കാറുണ്ട്. അയാൾ പറഞ്ഞൊരു വാചകം, നിങ്ങൾ എന്റെ നെഞ്ചിലേക്ക് വെടിവെക്കണം, തിരിച്ചു നിർത്തരുത്. 2, എന്റെ മുഖം മറക്കേണ്ട ആവശ്യമില്ല. മുഖംമൂടിയിട്ട് നിങ്ങൾ വെടിവെക്കണം, ഞാൻ നേരെ എന്റെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ സമയത്ത് അവർ അത്ഭുതപ്പെട്ടുപോയി. അങ്ങനെ വെടിവെക്കാൻ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ, വെടി പൊട്ടുന്ന സമയത്ത് അറിയാതെ മനുഷ്യന്റെ മനസ്സിന്നൊരു വികാരം വരുമല്ലോ. ഇച്ചുകോക്ക് പറഞ്ഞു പോയി, വാട്ട് എ ബ്രേവ് മാപ്പിള ലീഡർ. ആ വാചകം ഇച്ചുകോക്കിന്റെ പുസ്തകത്തിന് വന്നു. ഇച്ചുകോക്കിന്റെ പുസ്തകത്തിൽ വന്നതോടുകൂടി അത് പ്രസിദ്ധമായപ്പോ ഇത്രയും ഈ സംഭവം ഇങ്ങനെ വിശകലനം ചെയ്ത് ഇച്ചുകോക്ക് ഏത് രീതിയിൽ എഴുതിയാലും ഈ ബ്രേവ്നെസ് അദ്ദേഹം എഴുതി. അത് കണ്ടിട്ടാണ് സ്റ്റീഫൻ പെഡറിക് ഡേലും ടോട്ടൻഹാമും അതുപോലെ മറ്റുള്ള ചില ചരിത്രകാരന്മാരൊക്കെ നേരെ ഇവിടെ വന്നിട്ട് മാപ്പിളമാരെ കുറിച്ച് പഠിക്കാൻ പ്രേരിതരായത്. അത് വ്യക്തമായ ചരിത്ര പുസ്തകങ്ങളുണ്ട്. അവർ വന്നിട്ട് ഈ മാപ്പിളമാരുടെ ധീരതയെക്കുറിച്ച് പഠിക്കുക. ഇവർ ചെയ്ത പണി, മഹാന്മാരിൽ നിന്നും ആവേശം ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങൾ എന്നൊരു ചിന്ത അവർക്കുണ്ട്. മാധവൻ നായരൊക്കെ ഇന്ത്യ ചരിത്രം എഴുതിയ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സൈതാക്കന്മാർ അവരുടെ ഭാഷയാണ്, അതിൽ നിന്നാണ് ആവേശം ഉൾക്കൊള്ളുന്നത്. അങ്ങനെ പറയാം, അതിനാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് ഇയാളുടെ ഒരു മക്ബറ ഇവിടെ ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് ഇയാളെ എല്ലാടക്കം പെറുക്കിക്കൊണ്ട് പോയി. എല്ലാടക്കം പെറുക്കിക്കൊണ്ട് പോയി, എല്ലൊന്നും ബാക്കി വെച്ചില്ല, കംപ്ലീറ്റ് പെറുക്കിക്കൊണ്ട് പോയി. ഒന്നും അവിടെ ശേഷിച്ചില്ല. കാരണം ഇതിന്റെ ഒരു മക്ബറ പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒന്ന്, ആ ബ്രിട്ടീഷുകാർക്ക് ഇതിന്റെ ഈ ധീരതയുടെ ഒരു ചിത്രം ശരിക്കും ഇയാളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ മറ്റൊരു തെളിവാണ്, മലപ്പുറത്ത് ഈ പൂക്കോട്ടൂർ സമരം നടക്കുമ്പോൾ ലങ്കാസ്റ്റർ ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആള്. 400 മാപ്പിളമാരെ വെടിവെച്ചത് അയാളാണ്. ഈ 400 മാപ്പിളമാരെ വെടിവെച്ച ലങ്കാസ്റ്റർ വിജയശ്രീലാടുന്നതിനായി നേരെ അയാളുടെ ആ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ, പൂക്കോട്ടൂർ സംഭവം മുഴുവൻ വിശദീകരിക്കപ്പെടെ ബോധ്യമാവും, എങ്കിലും ഞാൻ സാന്ദർഭികമായി ഇത് മാത്രം പറയട്ടെ. അന്ന് നേരെ ഈ വാഹനം ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യന് സഹിച്ചില്ല. കാരണം ഇത്രയും മാപ്പിളമാരെ കൊന്ന ആളെ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നാൽ പറ്റില്ല എന്ന് കരുതി ഈ സമരത്തിൽ പങ്കെടുത്ത ഒരാളിനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന വലിയൊരു ബോംബും കൊണ്ട് ഇദ്ദേഹം നേരെ, നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ പിലാക്കലിൽ നിന്ന് മലപ്പുറം വരെ പോകുന്നൊരു തോടുണ്ട്, ആ തോടിലൂടെ ഓടിയിട്ട് നേരെ വന്ന് വാറങ്കോട്ട് കയറിയിട്ട് വലിയൊരു ചീനിമരത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇയാളെ ശരീരം കൊണ്ട് അവിടെ ബന്ധിച്ചു. ഇയാളെ കെട്ടി. മങ്കരത്തൊടി കുഞ്ഞാമത് എന്നാണ് അയാളെ പേര്. ഡോക്ടർ CK കരീം സാർ എഴുതിയിട്ടുള്ളത്. വേറെ ചില ആൾക്കാർ പറയുന്നത് മങ്കരത്തൊടി യൂസുഫ് ആണെന്ന്. എന്തായാലും ഒരു മുസ്ലിമായ കുഞ്ഞാമത് എന്ന് CK കരീം സാർ എഴുതി. അവരെ കുടുംബക്കാർ പറയുന്നത് മങ്കരത്തൊടി യൂസുഫ് എന്നാണ്. യൂസുഫ് വേറൊരു സമരത്തിൽ മലപ്പുറത്ത് പടപൊരുതി മരിച്ച ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താവട്ടെ, CK കരീം സാർ അങ്ങനെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഇയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് ഈ വാഹനം വരുമ്പോൾ ആദ്യമാണ് സെക്യൂരിറ്റി, ബാക്കിലും സെക്യൂരിറ്റി. ഇയാളെ വാഹനം വന്നപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് ബോംബിട്ടു. ബോംബിട്ടപ്പോൾ ആ ബോംബിന്റെ ശക്തി കൊണ്ട് ചിതറി ഇയാൾ പൊട്ടി മരിച്ചു. അത് ബ്രിട്ടീഷ് റോയൽ ആർമിയുടെ തലവനായിരുന്നു. ബ്രിട്ടീഷുകാരുടെ റോയൽ ആർമി സാധാരണ യുദ്ധത്തിന് പോകാറില്ല. ഇവരുടെ ഈ വലിയ സമരത്തിന്റെ ഗൗരവം കേട്ടിട്ടാണ് ഈ റോയൽ ആർമി തലവൻ വന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ദ ബാറ്റിൽ ഓഫ് പൂക്കോട്ടൂർ എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ ബാറ്റിൽ എന്ന് പേരിട്ടത്. ഇന്ത്യയിൽ ഒരു സമരത്തിനും ജാലിയൻ വാലാബാഗിന് പോലും ബാറ്റിൽ എന്ന് പറഞ്ഞിട്ടില്ല. അവരെ ലങ്കാസ്റ്റർ അവരെ റോയൽ ആർമിയുടെ പ്രതിനിധിയാണ്. ഈ റോയൽ ആർമി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അവിടെ മാത്രം നിൽക്കുന്നവരും പുറത്തേക്ക് സമരത്തിന് പോകാത്തവരും. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന്റെ ശവകുടീരം ഇവരിതൊക്കെ പെറുക്കിക്കൂട്ടി കുഞ്ഞാമതിന് അപ്പം തന്നെ വെടിവെച്ചു. ബാക്കിലെ വെടിവെച്ചിട്ട് കുഞ്ഞാമതിന്റെ ശരീരത്തിന്റെ ഈ കഷ്ണങ്ങൾ ഇങ്ങനെ തുണ്ട് കഷ്ണങ്ങൾ ഭൂമിയിൽ വീണു. അയാളെ ഒന്നുമല്ല, എല്ല് മാത്രം ബാക്കിയാക്കി വെടിവെച്ചു. അത്ര ദേഷ്യം തീർത്തവര്. ഈ ആളുടെ ലങ്കാസ്റ്ററുടെ കവറ് അയാളുടെ ശവകുടീരം മലപ്പുറത്തുണ്ട്. കലക്ടറേറ്റിന്റെ താഴത്ത് ഇറങ്ങിപ്പോയാൽ അവിടെ ഒരു സെമിത്തേരി ഉണ്ട്. ആ സെമിത്തേരിയിൽ ഒരു ഏകദേശം 3 വർഷം കൂടുമ്പോൾ ഒരിക്കലെങ്കിലും 2-3 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഫണ്ടുമുണ്ട്. എന്നിട്ട് ഇതൊന്ന് തേച്ച് മിനിക്ക് റെഡിയാക്കാൻ. അതിന്റെ ആ നിൽപ്പ് കണ്ടാൽ തന്നെ അതിന്റെ പ്രത്യേക കുരിശൊക്കെ വെച്ച് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-7 വർഷം മുമ്പ് ഒരു ടീം വന്നപ്പോഴാണ് അലവി കക്കാടൻ, വാര്യകുന്നത്ത് ഫൗണ്ടേഷന്റെ ചെയർമാൻ, അയാളെ നേതൃത്വത്തിൽ അവരെ തടഞ്ഞു കേസ് കൊടുത്തു. കലക്ടർ അത് മസരത്താക്കി വിട്ടതാ. അപ്പൊ ഇപ്പോഴും ബ്രിട്ടീഷുകാർ ഈ ശവകുടീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആളെ പറഞ്ഞേക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എത്രയാ? ബ്രിട്ടീഷുകാർ ഇന്നും പേടിച്ചു പറക്കുന്നത് ഈ ലങ്കാസ്റ്ററൊക്കെ കൊന്ന മാപ്പിളമാരെയാണ്. ആ ഒരു ഭീതി ശരിക്കും എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇന്നിപ്പോ ചരിത്രകാരന്മാര് മാപ്പിളമാരുടെ ഈ വീര്യത്തെ തകർക്കുക എന്നുള്ളതാ. ആ വീര്യത്തെ തകർക്കുക, അതിന് സിനിമ ഉണ്ടാക്കുക,
അതിന് കള്ളത്തരം പ്രചരിപ്പിക്കുക. ഈ കള്ളപ്രചരണങ്ങൾ എന്തിനാ? അതിന്റെ ഭാഗമാണ് ഈ മലപ്പുറത്തോടും പൊതുസമൂഹത്തോടും. മലപ്പുറത്തോട് പൊതുവെ ഒരു വിരോധം പണ്ടേ ഉണ്ട്. ഞാനത് വർഗീയമായിട്ടല്ല കാര്യം ചെയ്യുന്നത്. മലപ്പുറത്തൊരു യൂണിവേഴ്സിറ്റി വന്നപ്പോൾ മലപ്പുറം യൂണിവേഴ്സിറ്റി എന്നോ മലബാർ യൂണിവേഴ്സിറ്റി തൊട്ടില്ലല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. എയർപോർട്ട് വന്നപ്പോൾ അങ്ങനെയല്ലേ ചെയ്തത്. ഒരു നിലക്കും ആ പേര്, ആ മലബാർ മലപ്പുറം എന്നുള്ള പേര് ചിലർക്ക് ഇഷ്ടമല്ല. അതെന്റെ പ്രത്യേകത. ഓരോന്ന് നോക്കൂ നിങ്ങൾ, ആ രീതിയിലാണ്. ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നതെങ്കിലും വസ്തുതകൾ. അപ്പൊ ചുരുക്കത്തിൽ ഈ മലബാറിലെ മാപ്പനമാരെ കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ലോകത്ത് ഒരുപാട് ചിന്തകന്മാരും ചരിത്രകാരും വന്നിട്ടുണ്ട്. അവർ ഇതേക്കുറിച്ച് എഴുതി വെച്ച പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇവിടെ ശരിക്ക് ഈ സുബേദാർ കൃഷ്ണപ്പണിക്കരും 10 പേരുമാണ് ഈ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഒരുപാട് ചിന്തകരായ ആളുകൾ, അതിൽ കൃഷ്ണപ്പണിക്കർ വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്ര പുസ്തകത്തിലുണ്ട് ഈ കൃഷ്ണപ്പണിക്കർക്ക് പ്രത്യേകമായി ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. നറുകര എന്ന സ്ഥലത്തായിരുന്നു അയാളുടെ വീട്, മലപ്പുറത്തെ മഞ്ചേരിക്കടുത്തല്ലേ നറുകര. ആ നറുകരയിൽ 15 ഏക്കർ ഭൂമി കൊടുത്ത ആൾക്ക് അന്നത്തെ 500 രൂപ കൊടുത്തു. ബാറ്ററിയിലെ ഓരോ റെജിമെന്റുകാർക്കും 150 രൂപ വീതം കൊടുത്തു. മാത്രമല്ല ഈ ആര്യകുന്നനെ പിടിക്കാൻ അന്ന് പ്രവർത്തിച്ച വലിയ സംഘമാണ് MSF, മലബാർ സ്പെഷ്യൽ ഫോഴ്സ്. ആ മലബാർ സ്പെഷ്യൽ ഫോഴ്സ് ആണ് MSP ആയത്, മലബാർ സ്പെഷ്യൽ പോലീസ് ആയത്. അങ്ങനെയാണ് മലപ്പുറത്ത് ഇത്രയും പട്ടാള ക്യാമ്പുകളൊക്കെ ഉണ്ട്. പഞ്ചാബിലും കാശ്മീരിലും ഒന്നും ഇല്ലാത്ത വിധം പട്ടാള ക്യാമ്പുകൾ ഇവിടെ ഉണ്ട്. ഇപ്പോ ഇതുപോലെ തന്നെ ഹെർബർട്ട് ഹംഫ്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹെർബർട്ട് ഹംഫ്രിയാണ് ഇതിന് നേതൃത്വം കൊടുത്ത കേണൽ ഹംഫ്രി. അയാള് അതുപോലെ DYSP ആമു, സർക്കിൾ ഇൻസ്പെക്ടർ നാരായണ മേനോൻ, കൃഷ്ണ പടിക്കർ, DSP ഇച്ചുകോക്ക്, കലക്ടർ R ഗേലി, ഇവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഞാനത് ചുരുക്കി ഒരു വിവരണം ഇവിടെ അത്രയല്ലേ ആവശ്യമുള്ളൂ. പ്രസംഗത്തിൽ പറയുന്ന പോലെ പറയാതെ ആ വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ കോൺറാഡ് വുഡ്, അതുപോലെ തന്നെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റീഫൻ ഫെഡറിക് ഡെയ്ലി, അതുപോലെ തന്നെ ഓഹിയോ സർവകലാശാലയിലെ റോബർട്ട് ഹാർഗ്രേവ്, അതുപോലെ തന്നെ കനേഡിയൻ മിഷണറിയാണ് മില്ലർ, അതുപോലെ തന്നെ ഇച്ചുകോക്ക്, അതുപോലെ തന്നെ സർ വില്യം ലോഗൻ, കെ മാധവൻ നായരടക്കമുള്ള ആളുകൾ ഇവരുടെ ഈ ചരിത്രങ്ങളൊക്കെ എഴുതിയപ്പോൾ ഈ ധീരതയെക്കുറിച്ച് നന്നായി എഴുതിയിട്ടുണ്ട്. ആ ധീരത അത് വല്ലാത്തൊരു ധീരതയാണ്. ആ ധീരതയെ പ്രശംസിച്ചത് കൊണ്ടാണ് ഈ സമരങ്ങൾക്കൊക്കെ ഒരു വലിയ അന്താരാഷ്ട്ര പ്രസിദ്ധി കിട്ടിയത്. അതിൽ പ്രകോപിതരായിട്ടാണ് വർഗീയവാദികൾ. 1. 2, ഈ മുസ്ലിം സംഭാവനകൾ എടുത്തു വെക്കുമ്പോൾ, ഹിന്ദു മുസ്ലിം മൈത്രി എടുത്തു വെക്കുമ്പോൾ ഇന്നത്തെ ഈ വർഗീയവാദികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സ്പേസും ഇല്ല, അവർക്കൊരു സംഭാവനയില്ല. അപ്പൊ ഇല്ലാത്തവന് ഉള്ളവനോട് ദേഷ്യം ഉണ്ടാവും, സ്വാഭാവികമല്ലേ. ദരിദ്രന് സമ്പന്നനോട് ദേഷ്യം ഉണ്ടാവുന്നുണ്ടല്ലോ പലപ്പോഴും. അതെന്താ കാരണം? അവനതില്ല, അപ്പൊ ഇവനതുണ്ട്. കെറിവ്, ഈ കെറിവാണ് ശരിക്കും ചരിത്രത്തിൽ പ്രകടമാകുന്നത്, അല്ലാതെ വസ്തുതയല്ല. ഔദ്യോഗികമായി ആരും ഇത്തരം സമരങ്ങളിൽ കൊലപാതകത്തിനോ അല്ലെങ്കിൽ വർഗീയ പ്രവർത്തനങ്ങൾക്കോ നേതൃത്വം കൊടുത്തിട്ടില്ല. അതിന് ഒരുപാട് തെളിവുകൾ ഇനി മറിച്ച് നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ ഈ സർദാർ ചന്ദ്രത്തിന്റെ പുസ്തകത്തിലുണ്ട്, അദ്ദേഹം മനോഹരമായി ഈ കാര്യം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പട്ടാളത്തിൽ ബോധിച്ചാളല്ലേ. ഈ രീതിയിൽ ചരിത്ര വിചാരണ ശരിക്കും നമ്മൾ നടത്തിയാൽ, പഠനം നടത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്. ഇവർക്ക് ഈ ചരിത്രം ശരിക്കും ജനങ്ങളെ വഞ്ചിച്ച് തിരുത്തുക എന്നുള്ളൊരു നയമുണ്ട്. ഇപ്പൊ ഞാനൊരു സെമിനാറിൽ പങ്കെടുത്തപ്പോൾ എന്റെ ഒരു അനുഭവം ഞാൻ മുമ്പ് പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടെന്ന് പറയാം. അത് കണ്ണൂർ ജില്ലയിലെ BJP പേര്, ഒരു ആളെ പേര് ഞാൻ പറയുന്നില്ല, അയാൾ നന്നായി ശരിക്ക് പ്രസംഗിച്ച് ആ സദസ്സിനെ കയ്യിലെടുത്തു. എങ്ങനെ കയ്യിലെടുത്തു എന്ന് വെച്ചാൽ, മുസ്ലിങ്ങളെ ഇങ്ങോട്ട് പുകഴ്ത്തിയിട്ട് അയാളുടെ ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ വളരെ നല്ലവരാണ്, കാരണം നിങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാ. അതിന്റെ തെളിവ് നിങ്ങളിലും നിങ്ങളെ പിതാക്കളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാളാണ് പറയുന്നത്. നമ്മളെ പോയി അപ്പൊ നമ്മുടെ കുട്ടികളെ ആവേശം കൊള്ളുകയാണ്. നമ്മളെ കുറിച്ച് 2 വാക്ക് പറയുമ്പോഴേക്കും നമ്മൾ മൂച്ചിമ കയറുമല്ലോ. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ബാബർ ഏറ്റവും വലിയ വർഗീയവാദിയാണ്. ഇയാളാണ് ബാബരി മസ്ജിദ് തകർത്തത്. ശരിക്കും ബാബർ അല്ല ബാബരി മസ്ജിദിന്റെ മീർബക്കിയാണ് അത് ഉണ്ടാക്കിയത്, വിഷയം പറയാം. ചുരുക്കത്തിൽ ബാബർ, നിങ്ങൾ ആരും ബാബർ എന്ന പേരിട്ടിട്ടില്ല. നിങ്ങളെ ഉപ്പമാർ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബാബർ എന്ന പേരിട്ടില്ല? ബാബർ ഒരു വർഗീയവാദി ആയതുകൊണ്ടാണ്. ധീരനായ ഒരു നേതാവാണെങ്കിൽ ആ പേര് നിങ്ങൾ ധരിക്കണ്ടേ? ഇയാൾ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ സാഹസിലിക്കുന്ന ആൾക്കാരൊക്കെ വളരെ റെഡി. ഒരു തിരിച്ചൊരു മറുപടി ഞാൻ കഴിയുന്നില്ല. രണ്ടാമത് ഇയാൾ പറയാം, ടിപ്പു എന്ന് പറയുന്ന വ്യക്തി ധീരനാണെന്ന് പറയുന്നു. പക്ഷെ അയാൾ വർഗീയവാദി ആയതുകൊണ്ടല്ലേ ആ പേര് നിങ്ങൾ ഉപയോഗിക്കാത്തത്? നിങ്ങൾ എന്തേ നിങ്ങളെ മക്കൾക്ക് ടിപ്പു എന്ന് പേരിടാതിരുന്നത്? നിങ്ങളെ ബാപ്പ എന്തേ നിങ്ങൾക്ക് ടിപ്പു എന്ന് പേരിടാതിരുന്നത്? അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും രാജ്യത്തെ മാനിക്കുന്നവരും അത്തരം വർഗീയവാദികൾ എതിർക്കുന്നവരുമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആൾക്കാർ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യാതെ എന്റെ ഊഴം വന്നപ്പോൾ അയാൾ പോയി. ശരിക്കും ബാബർ എന്ന് പറയുന്ന വ്യക്തി അതൊരു കുടുംബത്തിന്റെ, നിങ്ങളെ കുടുംബത്തിന്റെ പേര് ദുന്യാവാഗ് ഉപയോഗിക്കൂല. ബാബർ ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ബാദുഷാണ്. ലഹീറുദ്ദീന്റെ പേര് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ഹൈദരലിയുടെ മകൻ ഫത്ത് അലിയാണ് ടിപ്പു. ഫത്ത് അലി എന്നുള്ള പേര് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ രീതിയിൽ ഓരോരുത്തരുടെയും ആ പേരുകൾ ശരിക്കും അവതരിപ്പിക്കാൻ പോലും കഴിയാത്തൊരു സമൂഹമായി നമ്മൾ മാറുന്നു. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചരിത്രം നമ്മൾ ശരിക്കും പഠിക്കുക, നമ്മൾ പഠിപ്പിക്കുക, സൗഹൃദത്തിന്റെ ഭാഷയിൽ, വിദ്വേഷത്തിന്റെ ഭാഷയില്ല. ഹിന്ദുക്കളോടായാലും ക്രിസ്ത്യാനികളോടായാലും മതമില്ലാത്തവരോടായാലും നിരീശ്വരവാദിയോടായാലും നമ്മുടെ ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലം ശരിക്കും വിശദീകരിച്ചു കൊടുത്താൽ എല്ലാവർക്കും അത് ബോധ്യപ്പെടും. Waytonikah.com, the exclusive Muslim matrimonial site.